കീക്കാനം കുന്നത്ത് ശ്രീ കൊതോർമ്പൻ തറവാട്, തോക്കാനം താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം, വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. ഭീമ ജ്വല്ലറി, ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ദക്ഷിണ കാശിനാഥൻ തൃക്കണ്യാലപ്പന്റെയും ആദിപരാശക്തി പാലക്കുന്നിലമ്മയുടെയും അമരഭൂമിയിൽ ഗ്രാമത്തിന് ഐശ്വര്യമായി വാഴുന്ന പനയാലപ്പന്റെയും കീക്കാൻ അരയാലിങ്കാൽ ശ്രീ വിഷ്ണുമൂർത്തിയുടെയും ദിവ്യ സാന്നിധ്യം കൊണ്ട് പരിലസിക്കുന്ന പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം കീക്കാനം പ്രാദേശിക സമിതിയുടെ പരിധിയിൽപ്പെടുന്ന കീക്കാനം കുന്നത്ത് ശ്രീ കോതൂർമ്പൻ തറവാട്, തോക്കാനം താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നീണ്ട 50 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് വയനാട്ടുകുലവൻ തെയ്യങ്കിട്ട മഹോത്സവത്തിന് തുടക്കമായി. ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. തോക്കാനം താനത്തിങ്കാൽ ദേവസ്ഥാനത്ത് നിന്ന് കന്നിക്കലവറ നിറച്ചു. ശ്രീ കോതൂർമ്പൻ തറവാട്ടിൽ നിന്ന് ആഘോഷമായി കലവറ ഘോഷയാത്രയെത്തി. കിക്കാനം അരയാലിങ്കാൽ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് പ്രദേശവാസികളും പനയാൽ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ നിന്ന് UAE കമ്മിറ്റി അംഗങ്ങളും കലവറയിലേക്ക് സാധനങ്ങളുമായി എത്തി. പട്രച്ചാൽ ശ്രീ രക്തേശ്വരി വിഷ്ണുമൂർത്തി വനശാസ്ത്ര ദേവസ്ഥാനം, ചെറൂട്ട അയ്യപ്പ ഭജന മന്ദിരം, വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടി പഞ്ചുരുളി ദേവസ്ഥാനം വെളുത്തോളി, ക്ഷേത്ര ധർമ്മസ്ഥല അണ്ണപ്പ പഞ്ചുരുളി ദേവസ്ഥാനം വെളുത്തോളി എന്നിവിടങ്ങളിൽ നിന്നും കലവറ ഘോഷയാത്രയെത്തി. ഏപ്രിൽ 6 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, രാത്രി 9 മണിക്ക് കണ്ടനാർക്കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, തുടർന്ന് ഭക്തി നിർഭരമായ ബപ്പിടൽ ചടങ്ങ് നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ, വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, സമാപന ദിവസമായ ഏപ്രിൽ 7 ഞായറാഴ്ച രാവിലെ 9:30 കോരച്ചൻ തെയ്യത്തിന്റെ പുറപ്പാട്, തുടർന്ന് കണ്ടനാർക്കേളൻ തെയ്യം അരങ്ങിലെത്തും. വൈകുന്നേരം 3 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ പുറപ്പാട്, ചൂട്ടപ്പിക്കൽ ചടങ്ങ് നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തി അരങ്ങിലെത്തും. രാത്രി 10 മണിയോടെ മറപിളർക്കൽ ചടങ്ങ്. തുടർന്ന് നടക്കുന്ന കൈവീതോടുകൂടി വയനാട്ടുകുലവൻ തെയ്യങ്കിട്ട മഹോത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.